ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം 2 കോഴിമുട്ടയും 2 പഴുത്ത ഏത്തപ്പഴവും കൊണ്ട് നല്ല അടിപൊളി ഒരു സ്നാക്കാണ് ഇന്ന് ചെയ്യുന്നത്. ഒരു പലഹാരം എന്ന് വേണേൽ പറയാം. ആ രീതിയിലുള്ള ഒരു ഐറ്റമാണ് ഇന്ന് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാർ അങ്ങോട്ട് എടുക്കുക. ഇതിനകത്തോട്ട് 2 കോഴിമുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുക. ഇനി നമുക്ക് പഴുത്ത ഏത്തപ്പഴം നോക്കി 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ഇതേപോലെ കനം കുറച്ചൊന്ന് അരിഞ്ഞിടാം. അപ്പം ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ആ മുട്ട ഏത്തപ്പഴം കൂടെ ആദ്യമേ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആ മുട്ടയും ആ ഏത്തപ്പഴവും കൂടെ ഒന്ന് കറക്കി വെക്കുക. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് തേങ്ങാപ്പീര, ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര താല്പര്യമില്ലാത്തവർക്ക് ചേർക്കണ്ട. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കാരണം ഇതൊരു മധുരപലഹാരമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇടുന്നു. മൈദ ഗോതമ്പ് പൊടിയോ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഇതിനെ കൂട്ടത്തിൽ ഇടാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇത് ഓപ്ഷനാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. കാര്യം ഇച്ചിരി മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും. ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് നോക്കാം, വെള്ളം ഇല്ലെങ്കിൽ ഒരല്പം ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ഒന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ വെള്ളം കൂടല്ലേ, വെള്ളം കൂടാതെ വേണം അത് റെഡിയാക്കി അരച്ചെടുക്കാനായിട്ട്. നമുക്ക് ഏതായാലും നോക്കട്ടെ, എവിടം വരെ ആയാലും നോക്കട്ടെ. ഇപ്പം എന്തേ ആ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമ്മളിതിൻ്റെ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. വേണം, വെള്ളം കൂടിയിട്ടുമില്ല കുറച്ചിട്ടുമില്ല. നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്കിതിങ്ങെടുക്കാം. ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. ഇതിനകത്ത് സോഡാപ്പൊടിയോ ബേക്കിംഗ് സോഡയോ അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതിങ്ങനെ തന്നെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് അധിക സമയമൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെ ഒന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതി. ഇനി അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഇതേപോലെ ഒരു ദോശക്കല്ല് അങ്ങോട്ട് വെക്കും. ദോശക്കല്ല് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് നെയ്യ് അങ്ങോട്ട് ഇട്ടു. നെയ്യോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാവുന്നതാണ്. നെയ്യും തൂത്ത് കൊടുക്കുക. ദോശക്കല്ല് ചൂടായതിന് ശേഷം തീ കുറച്ച് വെക്കുക. ഇനി ഇത് കുറേശ്ശെ അങ്ങോട്ട് ഒഴിക്കും. ഇതേപോലെ വീതിയുള്ള ദോശക്കല്ലാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ഇടാം. ചെറുതാണെങ്കിൽ ഓരോന്നേ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തീ കൂട്ടി കൊടുക്കല്ല, ചെറിയ തീ തന്നെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമ്മുടെ രീതിക്ക് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് ഓരോന്നോരോന്ന് റെഡിയാക്കിയതിന് ശേഷം ഉണ്ടോ എന്താ ഇതെന്നാന്നറിയാം സംഭവം? എന്തോ ബനാന ദോശയോ? ബനാന ദോശ. വേണേ അങ്ങനെ പറയാം അല്ലേ. ഒരു 4 മണി പലഹാരം അല്ലേ, ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ. അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇത് ഓരോന്ന് കൊടുത്താൽ കഴിച്ചോളും. കാരണം നല്ല ഇച്ചിരി മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അത് കഴിച്ചോളും. നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെ. ശമ്പളവരണം കഴിച്ചു. ബനാനയുടെ കൂടെ മുട്ടയും എല്ലാം കൂടി ഇട്ടപ്പോഴത്തേക്കല്ലേ അതെ, നല്ലൊരു വെറൈറ്റി അല്ലേ. കഴിക്കും. നല്ല ചൂടാണ്. ചേച്ചി തിന്നോയ്ക്ക്. അടിപൊളി ദോശ കേട്ടോ. വെറൈറ്റിയാണ്. നമ്മളെല്ലാം പല സൈസ് ദോശകൾ ഇതിനകത്തില്ലേ.
ഇതുപോലെ ഒരു ദോശ ഇനി നോക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു വെറൈറ്റി ദോശ കേട്ടോ. ആ ഏലക്കാടയും പഞ്ചസാരയുടെയും മുട്ടയുടെയും ഏത്തക്കാടയും എല്ലാത്തിൻ്റെ ഒരുപോലെ വരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. ആ, ഇത് ശരിക്കും ഒരു പലഹാരം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചായയുടെ കാപ്പിയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ, അല്ല ദോശ ഇതിൻ്റെ കൂടെ കറിയൊന്നും ഒഴിച്ച് കഴിക്കല്ലേ. മധുരമുള്ളത് ആ, കറി ഒഴിച്ച് കഴിക്കുന്നതല്ല, തീർച്ചയായിട്ടും ഒരു 4 മണി പലഹാരമായിട്ട് തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നുള്ളൂ. പിന്നെ ഷുഗറിൻ്റെ അസുഖമുള്ളവർ പഞ്ചസാര ഒഴിവാക്കിക്കൊണ്ട് പഞ്ചാര ഇടണ്ട, ബാക്കി ഐറ്റം എല്ലാം വെച്ച് ചെയ്യാം. നിങ്ങളുടെ ആവശ്യത്തിന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം തന്നെ കേട്ടോ. ചെയ്തു നോക്ക്, വിഷമല്ല അല്ലേ? എല്ലാവരും ചെയ്തു നോക്ക്. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.